ചില സമയങ്ങളിലൊക്കെ കൊന്നപ്പൂ വെറുതെ നിൽക്കും. എന്നാൽ ഇന്ന് ഈ സമയത്ത് വിഷു ദിനത്തിന് കൊന്നപ്പൂവിന് വിലയെന്ന് പറഞ്ഞാൽ 916, അത് സ്വർണ്ണത്തിനെ പോലുള്ള വിലയാണ് 916. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലുള്ള ദൃശ്യങ്ങളാണ്. കൊന്നപ്പൂവിൻ്റെ വളരെ ചന്ത കയറിയ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നാളെ വിഷു കണിയാണ്. ഈ കൊന്നപ്പൂവൊക്കെ ഒരുപക്ഷെ നമ്മളെ വീടുകളിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല. കൊഴിഞ്ഞു വീഴുമ്പോഴും ചവിട്ടി തേക്കുമ്പോഴും ഈ വിഷു കണി കാണാൻ ആൾക്കാർ എത്ര വില കൊടുത്താണെങ്കിലും കൊന്ന മേടിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചകളാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് കാഴ്ചകളിൽ കാണാം. ഒരുപക്ഷെ ഇവിടെയും കാണാം. വണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊന്നപ്പൂ വളരെ മനോഹരമായിട്ട് വാഹനത്തിനകത്തുണ്ട്. ചെറുപ്പക്കാർ നല്ല കൊന്നപ്പൂ വിൽപ്പന കാഴ്ചകളിലേക്ക് പോകുന്ന പ്രേക്ഷകരെയും കൂട്ടി തീർച്ചയായിട്ടും ഇത് കാണുന്നു. ഇതെത്ര വില? എങ്ങനെയാണ് വില? കൊന്നപ്പൂവിന് എത്ര? 50 രൂപയ്ക്ക്. കണ്ട പ്രിയപ്പെട്ടവർ, 50 രൂപയാണ്. നമുക്ക് ഒരു പക്ഷേ ചവിട്ടി തേക്കുന്ന ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മളെ തലയുടെ മുകളിൽ കൂടെ പൊഴിഞ്ഞു വീഴുകയും നമ്മളെ കാലിൻ്റെ പാദങ്ങൾ കൊണ്ട് ചവിട്ടി തേക്കുന്ന പൂക്കളാണ് ഒരേ മുറ്റത്തുമൊക്കെ പിടിക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിലും കൊന്നയുണ്ട്. പക്ഷേ അവിടെ ഒന്ന് കൊന്ന പിടിച്ചില്ല. എല്ലാ കൊന്നയിലും അങ്ങനെ വിഷു കണി കാണുമ്പോൾ കൊന്ന പിടിക്കില്ല. ചില കൊന്നയിൽ മാത്രം കൊന്ന പിടിക്കാറുണ്ട്. അന്ന് തിരക്കായിരിക്കും. കൊന്നപ്പൂ വാടിയാ? കൊന്നപ്പൂ വാടിയ കൊന്നപ്പൂ വാടാത്തയുണ്ടോ? അതെ തീർച്ചയായിട്ടും. കൊന്നപ്പൂ കൊണ്ടുവച്ചേക്കുന്ന ഒരു ചന്തം കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് പോകണം. ഈ ഓട്ടോയിലേക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് രീതികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കേരളീയ മലയാളികൾ ഏത് ജോലി ചെയ്താലും അഭിമാനമാണ്. നമുക്കെന്ന് പറയാം, ബംഗാളികൾ നമ്മളെ നാട്ടിൽ പല പണികളും ചെയ്യുമ്പോഴും നമ്മളെ മലയാളികൾക്കറിയാം എങ്ങനെ ജീവിക്കണം. പക്ഷേ നമ്മളെ മലയാളികൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെ കൊന്നപ്പൂ തന്നെ ഒരുപക്ഷെ ബംഗാളികൾ മാത്രമേ ഉള്ളൂ ഇത് ഏറ്റെടുക്കാത്തത്. നമ്മളെ കയ്യിൽ നിന്നും വിട്ടുപോകാത്തൊരു തൊഴിലെന്ന് പറയുന്നത് ഈ കൊന്നപ്പൂ മാത്രമേ ഉള്ളൂ. അതുപോലും മലയാളികൾ ഇപ്പോൾ കൈ ഒഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു നാണക്കേടുമില്ലാതെ ഒരു വാഹനത്തിൽ 2 ചെറുപ്പക്കാർ ജോലിയാണ്, തൊഴിലാണ്. അവ ഏത് വേണമെങ്കിലും ജീവിക്കാൻ തിരഞ്ഞെടുക്കാം. കാശിന് വേണ്ടി ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. കാരണം നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നല്ല തിരക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. കൊന്നപ്പൂവിന് ആവേശമേറി വളരെ സ്പീഡിലൊക്കെ ആൾക്കാർ വന്നെത്തുന്നത്. മദ്യശാലയിൽ പോയി നിൽക്കുന്നത് പോലെയാണ് താഞ്ഞെത്തുന്നത്. മദ്യശാലയിൽ പോലും ഇത്ര തിരക്ക് കാണത്തില്ല. എന്നാൽ തീർച്ചയായിട്ടും വളരെ കൊല്ലം ജില്ലയിൽ അതുതന്നെ നമുക്ക് അമ്പത്തിരി മറ്റ് കാഴ്ചകളൊക്കെ കാണാം. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പടക്കം കമ്പത്തിരിയൊക്കെ നമുക്ക് വിഷുദിനെ കണി കാണുന്നതിൻ്റെ ഒരു ഭാഗമാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. വിഷു കണിയുടെ ഭാഗമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ഒരുക്കെല്ലാം. നമുക്ക് കൊല്ലം ജില്ലയിലെ പോളത്തോട്ടിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ പറയാം, നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാം പ്രിയപ്പെട്ടവരാണ്. നമുക്ക് തറയിൽ കിടക്കുന്ന ഒരു ചക്ക വേണമെങ്കിലും ഏത് മാമ്പഴം വേണമെങ്കിലും വിഷു കണിക്ക് വേണ്ടി ഒരുക്കാൻ അപ്പോൾ നല്ല വിലയാണ്. അതിന് കൂടുതൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അതിന് ഡിമാൻഡുള്ളൊരു ദിവസമാണ് എല്ലാത്തിനും. കാരണം എല്ലാത്തിനും അതിൻ്റെതായ വിലകൾ കാണാം. മാമ്പഴങ്ങൾക്ക് ചേട്ടാ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വില? 300 രൂപ. കേട്ടോണം, നമുക്ക് അല്ലാത്ത ദിവസം പോയി കഴിഞ്ഞാൽ 300 രൂപ അല്ലേ? 300 രൂപയാണ്. എന്തുണ്ട് കിലോ മുന്തിരി? എന്താ വിലയുണ്ട്? 80 രൂപ കിലോ മുന്തിരി. 80 രൂപ കിലോ മുന്തിരി. ഇതെങ്ങനെയാ വെള്ളം മുന്തിരി? 80 2 80ആണ്. അപ്പോൾ കാഴ്ചകളിൽ തന്നെയാണ് വില. അന്നേരം സാധനങ്ങൾക്ക് വില കൂടും. തീർച്ചയായിട്ടും നമുക്കറിയാം ചക്ക എങ്ങനെ വയ്ക്കുന്നത്. ചക്ക മരത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ചക്ക നിൽക്കുന്നത് വ്യത്യസ്ത കാഴ്ചയാണ്. ചക്ക ഇങ്ങനെ നിൽക്കും. വിഷു കണിക്ക് വേണ്ടിയാണ്. മരമില്ലെങ്കിലും ഏത് പണി ചെയ്താലും മലയാളികൾക്ക് ബുദ്ധിയുണ്ട്. ഇതൊക്കെയാണ് ബംഗാളികളെ ഏറ്റെടുക്കാത്തൊരു ജോലിയെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്നും വിട്ടുപോകാത്ത തൊഴിലാണ് ഇതൊക്കെ. നമ്മളെ നാട്ടിൽ കിട്ടാത്ത വരിക്കച്ചക്ക, പക്ഷേ പച്ചച്ചക്ക കണിക്ക് വേണ്ടിയാണ് ഇത്ര നല്ല വലിയ ചക്ക ആവണ്ടല്ലേ? ഇപ്പോൾ പിഞ്ച് ചക്ക ആയിട്ട് നടത്തി. എന്തായാലും നമ്മൾ മലയാളികൾക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത ബംഗാളികളൊന്നും ഇതൊന്നും കൊണ്ടുപോയില്ല ഈ പണി. അപ്പോൾ അതുപോലെ നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇന്നും പ്രിയപ്പെട്ട നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം എന്ത് ജോലിയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ജോലി എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചകളിൽ തന്നെ കാണാം എന്ത് ഭംഗിയാണ്. ഏത് തൊഴിലിനും അതിൻ്റെതായ ഒരു തൊഴിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ചക്ക തന്നെ ഇവിടെ കെട്ടിയിട്ടേക്കാണ്. ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചക്കമരത്തിനകത്ത് നിന്നും നിൽക്കുന്നത് പോലെയാണ് ബോട്ടിൽ കെട്ടിയിട്ടേക്കുന്നത്. പോളത്തോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.